സ്റ്റേറ്റ്മെന്റ് ഒക്കെ വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉള്ളായിരുന്നു. ഭയങ്കര പാടായിരുന്നു മാത്സ്. ജി കെയും ഒരുമാതിരി കറക്കി കുത്തുന്ന കണക്കായി. ചില ഓപ്ഷനിൽ മിസ്റ്റേക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കൂടുതലും. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചത്. മാത്സ് എളുപ്പമായിരുന്നു. ആവറേജ്. സ്റ്റേറ്റ്മെന്റ് വളരെ കുറവായിരുന്നു കേട്ടോ. ബയോളജിന്ന് മാത്രമേ സ്റ്റേറ്റ്മെന്റ് അധികം വന്നിട്ടുള്ളൂ. ജി കെ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കഴിഞ്ഞ ഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബെറ്റർ. എത്തിക്കൂടെ ബെറ്റർ ഇതാണ്. പാടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് കുഴപ്പമില്ലായിരുന്നു, ചെയ്യാൻ പറ്റുന്നേരം. മാത്സ് ഒക്കെ ഈസി ആയിരുന്നു. ഈ ജി കെ കുറച്ച് കട്ടിയായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതിയിട്ടില്ല. കുഴപ്പമില്ലായിരുന്നു, ഒരു പരിധി വരെ ഓക്കെ. മാത്സ് എളുപ്പമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു, ഒരു 25% ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ എന്ന് പറയാം. മാത്സ് ഒക്കെ എഴുതി ഇപ്പൊ നോക്കുന്നൊന്നുമില്ല. പിന്നെ അണ്ണന്റെ കുറച്ച് നോട്ട്സ് ഒക്കെ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. കറണ്ട് അഫയർ ഒന്നും കിട്ടാഞ്ഞ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇല്ല, കുറവായിരുന്നു. ചേട്ടൊന്നുമില്ല. കഴിഞ്ഞ ഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഈസിയായിട്ട് തോന്നി. കണക്കൊക്കെ കണത്തെ എന്തെങ്കിലും ലേശം പാടുതല ഉണ്ടായിരുന്നു. മാത്സ് വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. അത്യാവശ്യം അങ്ങനെ എഴുതിയായിരുന്നു. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉള്ളായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. പൊതുവേ ഭയങ്കര പാടായിരുന്നു മാത്സ്. ജി കെയും ഒരുമാതിരി കറക്കി കുത്തുന്ന കണക്കായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വരുന്ന ആ ഒരു രീതിയല്ല, അതിന്റെ ഇടയ്ക്കുള്ള കുറെ നമ്മൾ മിസ്സായി പോകത്തില്ലേ, അത് അങ്ങനത്തുള്ള കുറെ ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ്മെന്റ് അധികമായിട്ടൊന്നും ഇല്ലായിരുന്നു. പറയാം, അതായത് ഒരു LGS ടൈപ്പിലല്ല ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. മാത്സ് എളുപ്പമായിരുന്നു. സ്റ്റേറ്റ്മെന്റും കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയർ ചില കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. ചില ഓപ്ഷനിൽ മിസ്റ്റേക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എക്സാം ആയിരുന്നു ഇച്ചിരി എന്തുവാ, മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു, നല്ലൊരു എഴുതാൻ പറ്റിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കൂടുതലും. കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചത്. പൊതുവെ എളുപ്പമായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു. മാത്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, നല്ല ചെയ്യാൻ പറ്റി. ചില ജനറൽ നോളജൊക്കെ കുറച്ച് പ്രയാസമായിട്ട് തോന്നിയായിരുന്നു. കണക്ക് കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ചെയ്യാമായിരുന്നു. ഇല്ലില്ല, സ്റ്റേറ്റ്മെന്റും വലിയ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ ഫേസിലെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ടഫുണ്ട്. ടഫായിരുന്നു. കുഴപ്പമില്ല. മാത്സ് ഒക്കെ ചെയ്യാൻ പറ്റിയോ? മാത്സ് കുറച്ച് ചെയ്തു, കുറച്ച് ടഫൊക്കെ ആയിരുന്നു. പിന്നെ ലിസ്റ്റ് ഉണ്ട്. മാത്സ് എളുപ്പമായിരുന്നു. ആവറേജ്, വലിയ പാടൊന്നുമില്ല. കഴിഞ്ഞ ഫേസിലെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, പൊതുവെ എളുപ്പമായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. കണക്കൊക്കെ വെറും സിമ്പിൾ കണക്കായിരുന്നു. ജി കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കറണ്ട് അഫയേഴ്സ് ഇച്ചിരി കടുപ്പിച്ചായിരുന്നു. സ്റ്റേറ്റ്മെന്റ് വളരെ കുറവായിരുന്നു കേട്ടോ. ബയോളജിന്ന് മാത്രമേ സ്റ്റേറ്റ്മെന്റ് അധികം വന്നിട്ടുള്ളൂ, വേറൊന്നും അധികം വന്നിട്ടില്ല. ഭരണഘടനയൊക്കെ വളരെ എളുപ്പമായിരുന്നു. കഴിഞ്ഞ ഫേസിലെ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അതിനെ അപേക്ഷിച്ച് ഇത് വലിയ ടഫല്ല, മറ്റേതായിരുന്നു ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ. മാത്സ് എളുപ്പമായിരുന്നു. ഇല്ല, പ്രയാസമായിട്ടൊന്നും തോന്നില്ല, എളുപ്പമായിരുന്നു. കഴിഞ്ഞ ഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് നടന്ന എക്സാം കുഴപ്പമില്ല, ഇത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. എല്ലാം എഴുതാൻ പറ്റിയോ? അത്യാവശ്യം. കണക്കൊക്കെ ഉണ്ടായിരുന്നു. മാത്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് പൊതുവെ പ്രയാസമായിരുന്നു പറയുന്നു. ചെറുതായിട്ട്. നല്ല എക്സാം. മാത്സ് മാത്സ് സിമ്പിളായിരുന്നു. ഏതെങ്കിലും പ്രയാസം തോന്നി? ഇല്ലില്ല, പൊതുവെ എളുപ്പമായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നടന്ന എക്സാം ഉണ്ടല്ലോ, കഴിഞ്ഞ പേജ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുഴപ്പമില്ല, നല്ല എക്സാം ആയിരുന്നു. പ്രയാസമായിട്ട് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. മാത്സ് കുഴപ്പമില്ല, മറ്റേ അപേക്ഷിച്ച് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ജി കെ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. പിന്നെ കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ അടിക്കും എന്നുള്ളൊരു
കറണ്ട് അഫയേഴ്സ് വലിയ പാടലൊന്നുമില്ല, അത്യാവശ്യം വായിച്ചിട്ടുള്ളവർക്ക് കിട്ടുന്ന അത്ര ചോദ്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. പിന്നെ മാത്സ് ഒക്കെ വലിയ കുഴപ്പമില്ല, മാത്സ് എല്ലാം ചെയ്തിട്ട് ബാക്കിയെല്ലാം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റേ കഴിഞ്ഞ എക്സാമിനെ കാട്ടി കുറച്ചുകൂടെ നിലവാരം കൂടുതൽ.